So today's topic from the syllabus, it is problem solving strategies. Different strategies that we are using or we are adopting to solve technical problems or any kind of problems from any field. Okay, so there are certain strategies we need to follow these strategies to solve the problems. So as we നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ problem solving is a key skill in various domain including programming, mathematics, everyday life, engineering, technology, medical, whatever, wherever you have problems or challenges, okay, that how to solve that problem. Okay, that skill is what is called a problem solving, and the method we are using, എന്ത് അപ്രോച്ച് ആണ് നമ്മൾ ആ പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യുന്നത്, അതിനെയാണ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി എന്നും പറയുന്നത്. So what is problem solving strategy? It is the method we are approaching towards the problem to find the solution. Okay, to find the better solution. There may be more than one solution to, or more than one method for doing a problem. While what are those methods? എന്തെല്ലാം methods ഉണ്ടോ അതെല്ലാം നമ്മൾ ആ പ്രോബ്ലത്തിന്റെ സ്ട്രാറ്റജി ആണ് എന്ന് പറയും. Okay. So the ultimate goal is finding a solution that meets the desired outcome in the most efficient way possible. See the terms there. Finding the ultimate goal is finding a solution. We need to find a solution. Okay, what is that solution? What should be the solution that meets the desired outcome? Whatever എന്താണോ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ ടാർഗറ്റ്, എന്തിനാണോ നമ്മൾ പ്രോബ്ലം അഡ്രസ് ചെയ്തത് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനെ അത് അഡ്രസ് ചെയ്യണം. ആ സൊല്യൂഷനിലേക്ക് നമ്മളെ ആ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് കൊണ്ടുപോകണം. എങ്ങനെയുള്ളതായിരിക്കണം? ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ. എങ്ങനെയെങ്കിലും പോയാൽ പോരാ, ഇറ്റ് ഷുഡ് ബി ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ. അപ്രോച്ച് ഷുഡ് ബി വെരി ഈസി. ടെക്നോളജിക്കലി ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ. ഓക്കെ, ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്താൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം സൊല്യൂഷൻ. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല, ദെൻ യു ആർ സജസ്റ്റിംഗ് അങ്ങനെ ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്തല്ല, അതൊരു പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് അല്ല. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, എഫിഷ്യന്റ് ആൻഡ് ടെക്നോളജിക്കലി ഫീസിബിൾ, വയബിൾ. അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം. കുറെ മണി സ്പെൻഡ് ചെയ്തതിന് ശേഷം പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടുക എന്ന് പറയുന്നതും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി അല്ല. അണ്ടർസ്റ്റുഡ്? സോ എന്താണ് this requires breaking down the problems, analyzing the constraints and crafting a solution strategy. So once we are come up with നമ്മൾക്ക് ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ we need to analyze the situation. Okay, analyzing the constraints, എന്തെല്ലാം ബാരിയേഴ്സ് ആണ്, എന്തെല്ലാം പ്രോബ്ലംസ് ആണ് റിയലി ആ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്നത്, എന്തെല്ലാം ഇഷ്യൂസ് ആണ് ആ പ്രോബ്ലത്തിനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത്. we need to analyze ചെയ്താൽ മാത്രമേ അത് കിട്ടൂ. Okay, there won't be any written document against the problem or to explain the problem. Okay, we need to analyze the constraints and crafting a solution strategy. ഏത് രീതിയിൽ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ അതാണ്. സോ എക്സാമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹൗ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ട്രബിൾ ഷൂട്ട് ബഗ്സ് ഇൻ കോഡ്. So while writing program codes, whatever be the problem, ഒരു പ്രോബ്ലത്തിന്റെ കോഡ് എഴുതി കഴിഞ്ഞ ശേഷം പ്രോഗ്രാം ഡെവലപ്പേഴ്സ് അഡ്രസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അതിന്റെ എറേഴ്സ് ആൻഡ് ഇഷ്യൂസ്. Okay, so എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ അവർ അഡ്രസ് ചെയ്യുന്നത്? സോ ദേ അപ്ലൈ സിസ്റ്റമാറ്റിക് അപ്രോച്ചസ് ടു ഐഡന്റിഫൈ ദ റൂട്ട് കോസ്. എന്താണ് ആ പ്രോബ്ലത്തിന്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എഴുതിയതിന് ശേഷം അതിന്റെ പ്രോബ്ലംസ് എന്താണ് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ അനലൈസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദേ വിൽ ചെക്ക് ഫോർ ദ സിന്റാക്സ് എറേഴ്സ്. ഓക്കെ, ഏത് ലാംഗ്വേജ് ആണോ യൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യാത്ത എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്, അതിനാണ് സിന്റാക്സ്. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്സ്, ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയുള്ള ചെക്കിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, സിന്റാക്സ് എറേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, പ്രിന്റ് എന്നതിന് പകരം പ്രിന്റൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോയി, PRINT പകരം PRITN ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഓക്കെ, സോ ദ കമ്പൈലർ നോസ് പ്രിന്റ് അതറിയും, but print n it is not known to the compiler, so it will show us error. So we have to, the developer has to check what is the mistake in that. Okay, so and he need to correct it. And logical errors,
ലോജിക്കൽ എറേഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോജിക്, നമ്മൾ അപ്രോച്ച് ചെയ്ത മെത്തേഡ്, ആ മെത്തേഡ് ഒരിക്കലും നമ്മളുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നതല്ല. സോ ലോജിക് വൈസ് വി നീഡ് ടു തിങ്ക്, ഇങ്ങനെയാണോ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് റിവൈസ് ചെയ്യണം, റീതിങ്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നു. അത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി. So and strategy is a plan. What is it's a plan. Problem solving strategy is a plan or method used to find a solution or overcome a challenge. ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്യാനോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ബൈ പ്ലാനിങ് സോ പ്രൊവൈഡ്സ് helpful guidelines for resolving the problems effectively, whether they are related to engineering, business, relationships, or everyday life. Okay, not only for the engineers, it's applicable to the business or to the common life in the society. Okay, നമ്മൾ ഫേസ് ചെയ്യാവുന്ന, നമ്മളെ മുന്നിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും എല്ലാ ചലഞ്ചസും, അതിനെ നമ്മൾ എങ്ങനെയാണ് ആ ചലഞ്ചസ് ഓവർകം ചെയ്യാൻ വേണ്ടി എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത്, ആ സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്താൽ, ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് വളരെ എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റും. Okay, so that is what is problem solving strategy. So these are methods used to analyze the problem, develop solutions and implement them. Okay, somehow the same points only. Guide individuals through a structured process. Okay, so our group അല്ലെങ്കിൽ ഒരു individual ചാർട്ട് ചെയ്ത സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചേർഡ് പ്രോസസ് ആയിരിക്കും. ഡു ദ സ്റ്റെപ്പ് നമ്പർ 1, then only it is good to do step number 2. Okay, so step by step ഒരു സ്ട്രക്ചേർഡ് പ്രോസസ് ആയിരിക്കും. ഹെൽപ്പിംഗ് ദം മൂവ് ബിയോണ്ട് സർഫസ് ലെവൽ ആൻസേഴ്സ് ആൻഡ് കൺസിഡർ വേരിയസ് ആംഗിൾസ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തോന്നുന്ന ആ ആൻസർ, അതിൽ മാത്രം നിൽക്കാതെ ആ സൊല്യൂഷന്റെ ഡിഫറെന്റ് ആംഗിൾസിൽ നിന്നുകൊണ്ട് ആ പ്രോബ്ലത്തിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. ഓക്കെ, സോ ആ സൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആംഗിളിൽ നിന്നും നമ്മൾ ചിന്തിക്കണം, എല്ലാ ആംഗിളിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഓരോ അപ്രോച്ചിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഓരോരോ സ്ട്രാറ്റജി ആയിരിക്കും കിട്ടുക. Then by doing so they increase the likelihood of reaching successful outcomes. So different strategy-യിൽ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ മാത്രം പോയി, that might be a complicated at the last. Okay, അത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മളെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും. സോ ഡിഫറെന്റ് അപ്രോച്ചിൽ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം സ്റ്റോപ്പ് ആയാൽ, ഒരെണ്ണം നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ immediately we can switch back into another strategy or another method. So the strategies, they are all methods used to solve the problem in a efficient manner. Understood? So importantly, problem solving strategies are not one size fits all. What do you mean by that? One size fits all. Not one size fits all. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ ഒരു എഞ്ചിനീയർ നമ്മളേതായ രീതിയിൽ ഒരു സ്ട്രാറ്റജി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ആർക്കും അറിയാത്ത ഒരു സ്ട്രാറ്റജി നമ്മൾ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യണം. ആൻഡ് തിങ്കിങ് ദാറ്റ് വിത്ത് ദി സ്ട്രാറ്റജി ഐ വിൽ ഡു ഓൾ മൈ ചാലഞ്ചസ് ഇൻ മൈ ലൈഫ്. ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക്, ഒരു എഞ്ചിനീയർ എന്നുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എന്നിൽ വരാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും ഞാൻ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് സോൾവ് ചെയ്യും എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഒരാള് അവരുടേതായ രീതിയിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു മെത്തേഡ് എന്തല്ല, ഫീസിബിൾ അല്ല. സോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രോബ്ലം സ്പെസിഫിക് ആണ്. എന്ത് പ്രോബ്ലത്തിനെയാണോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തിന് മാച്ച് ആവുന്ന ബെസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്രസ് ചെയ്യാൻ പറ്റില്ല. സോ ഓരോന്നിനും പ്രോബ്ലം സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും അതിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾക്ക് സ്ട്രാറ്റജി എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. Okay, so that is what is called solving strategies are not one size fits all. എല്ലാം ഒരെണ്ണം എല്ലാറ്റിലേക്കും നമുക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. They adapt to the specific context. എന്ത് ഏരിയയിലാണ് മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നില്ല. Okay, so they depends on the
context, type of problem, പ്രോബ്ലത്തിന്റെ നേച്ചർ. കെമിസ്ട്രിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതേ അപ്രോച്ച് നമുക്ക് ഫിസിക്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, ആ മെത്തേഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി മൈറ്റ് ബി എ ബ്രൈറ്റ് സ്റ്റുഡൻറ് ഓർ its IQ level is more than the other one. സോ ആ മെത്തേഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ he will get stuck over there. സോ അതിലേക്ക് സിമ്പിൾ ആയിട്ട് സ്ട്രാറ്റജിയിലേക്ക് ആ പ്രോബ്ലത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരും. സോ ഓരോ സ്ട്രാറ്റജിയും ഓരോരോ ഇൻഡിവിജ്വൽസിനെ അനുസരിച്ചായിരിക്കും. അണ്ടർസ്റ്റുഡ്? ഓക്കെ. സോ പ്രോബ്ലം സ്പെസിഫിക് ആണ്, സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ആണ്, ആൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. Okay, so ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ഇരിക്കുന്നത്. ഇറ്റ് എംപവർ ഇൻഡിവിജ്വൽസ് ടു നാവിഗേറ്റ് കോംപ്ലക്സിറ്റീസ്, എല്ലാ തരം ഡിഫിക്കൽട്ടീസിലും എല്ലാ ബാരിയേഴ്സിനെയും അഡ്രസ് ചെയ്യാനായിട്ട് ഈ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് പറ്റും. മേക്ക് ഇൻഫോംഡ് ചോയ്സസ്. ഓക്കെ, അവിടെ വരുമ്പോൾ എല്ലാ സ്ട്രാറ്റജിയും നമ്മളുടെ മൈൻഡിലുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ സ്ട്രാറ്റജിയിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണ്, ആ മെത്തേഡ് നമുക്ക് ഇൻഫോംഡ് ചോയ്സ് അതിനെ ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അറിയാത്ത ഒരു സ്ട്രാറ്റജി എളുപ്പമായിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ, വി ആർ ഫോളോയിങ് ദിസ്, ബട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് നമുക്ക് വരും. Okay, so before starting work with your problem, we need to explore all the strategies, different methods. Strategy means different methods that we can use to address our challenges and creatively address the obstacles. Obstacles means barriers. നമ്മൾ മുന്നിൽ വരുന്ന ഓരോ പ്രോബ്ലം ചെയ്തു തുടങ്ങുമ്പോഴാണ് അതായിട്ട് ബന്ധപ്പെട്ട് അടുത്ത പ്രോബ്ലം നമ്മളിലേക്ക് വരും. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്ത് പോകുമ്പോൾ we will face with the other problems. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് വേറെ കുറെ പ്രോബ്ലം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ എല്ലാ അഡ്രസ്സിനെ എല്ലാ ചലഞ്ചസിനെയും നമുക്ക് ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ പറ്റും. And in problem solving there are basically 6 steps. Okay, generally some textbook they will say 5 steps, in some textbook you will say 6 steps. So it's no matter, problem no la, it's almost they are discussing the same things. Okay, so problem solving strategy അല്ലെങ്കിൽ problem solving methods നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആകെ 6 steps ആണ് അല്ലെങ്കിൽ 5 steps ആണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഈ 6 സ്റ്റെപ്സും നമ്മൾ ചാർട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദാറ്റ് 6 സ്റ്റെപ്സ്? ഒന്നാമത്തത് ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഫസ്റ്റ് ഈസ് ഐഡന്റിഫൈ ദ പ്രോബ്ലം. എന്താണ് ചലഞ്ച്, എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. We need to know what's the problem is, really what's the problem is. Okay, it's not like a simple statement. ആ പ്രോബ്ലത്തിനെ എല്ലാ ആംഗിളിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ അതിന്റെ സൊല്യൂഷൻ ട്രൈ ചെയ്യാൻ നമുക്ക് പറ്റൂ. ഐഡന്റിഫൈ ആൾട്ടർനേറ്റീവ്സ് വേവ്സ് ടു സോൾവ് ദ പ്രോബ്ലംസ്. ഒരൊറ്റ മെത്തേഡ് അല്ല, പല മെത്തേഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സെലക്ട് ദ ബെസ്റ്റ് വേ ടു സോൾവ് ദ പ്രോബ്ലം ഫ്രം ദ ലിസ്റ്റ് ഓഫ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. ദർ ആർ ഡിഫറെന്റ് അപ്രോച്ചസ്, ഡിഫറെന്റ് വേസ്. From that different approaches we need to identify the best method that gives you the best solution, give you the best solution. And list, here comes our programming. List instructions that enable you to solve the problem using selected solution. എന്ത് സ്ട്രാറ്റജി ആണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്ന സീക്വൻസ് ഓഫ് ജോബ്, ആ ജോബിനെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷനബിൾ വർക്കായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ എന്ത് മെഷീൻ കൊണ്ടാണോ ജോലി ചെയ്യേണ്ടത് ആ ജോലിയെ, ആ വർക്കിനെ നമ്മൾ ആ മെഷീനിലേക്ക് ഷെഡ്യൂൾ ചെയ്യണം. We need to list the instructions. Understood? And the sixth one is evaluate the solution. വെറുതെ ഒരു കോഡ് അങ്ങ് എഴുതി വെച്ചോ and they are saying that as an engineer my role is finished. You need to check whether it's working or not. If not working, it's not my fault, it's your mistake. അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. As an engineer, it is the responsibility of him to check whether his work is acceptable.
ഓക്കെ സോ കമ്മ്യൂണിറ്റി അക്സെപ്റ്റബിൾ, കമ്മ്യൂണിറ്റിക്ക് ഒന്നും അറിയാത്തവരാ, അത് അവർക്ക് കംഫർട്ടബിൾ, അവർക്ക് പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ്, സാറ്റിസ്ഫൈഡ് സൊല്യൂഷൻ ആണ് ഈ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. And that's what's called its evaluation. So the 6 steps are: identify the problem, understand the problem, identify the alternatives, choose the best solution, list the instructions or schedule the jobs to the machines or to the people or to the group, wherever, whatever, or list the instructions according to the language you are choosing for doing your programming, whatever, and then finally evaluate the solution. എന്താണോ നമ്മൾ ഡെവലപ്പ് ചെയ്തത് അതിനെ evaluate ചെയ്യും. So these are the 6 steps in solving the problem, and we will see the problems 6 steps in details. Identify the problem. എന്താണ് problem identification? As നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ classroom problems already identified and is available to us in the form of well prepared documents with their solution. In textbook everything is detailed, problem statement and the problem method എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഡോക്യുമെന്റേഷൻ ഉള്ളതായിരിക്കും നമ്മളുടെ ക്ലാസ് റൂം പ്രോബ്ലംസ്. ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഫോർ an engineer in the real scenario. Problem outside the classroom, we need to know what kind of problem it is expected to from the world in front of us. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾക്ക് എന്ത് തരം പ്രോബ്ലമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Okay, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. So without identifying the problem in details, we cannot solve the problem. ആ പ്രോബ്ലം എന്താണ് എന്ന് റിയലി എല്ലാ ആംഗിളിൽ നിന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് കേട്ട പോലെ ഡു ദിസ് എന്ന് കേട്ടോടെ ഓക്കെ ഐ വിൽ ഡു എന്ന് പറയാൻ പാടില്ല, എന്ന് ചെയ്യാൻ പാടില്ല. ഓക്കെ, വി നീഡ് ടു നോ വാട്ട് ഹി ഈസ് റേസിംഗ്, വാട്ട് ദ കസ്റ്റമർ ഈസ് റേസിംഗ്, എന്താണ് അയാളുടെ റിക്വയർമെന്റ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് കേട്ട് വിലയിരുത്തിയതിനു ശേഷമാണ് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സോൾവിംഗ് ദ പ്രോബ്ലം. മനസ്സിലാവുന്നില്ല? Okay, so once we identified our problem, then the problem will fall into two categories. First is a well-defined problem. Second is ill-defined problem. So it's mentioned we need to discuss about well-defined problem and ill-defined. So once the problem is identified, it falls into two types. ഏതൊക്കെയാണ്? Well-defined problem and ill-defined. So from the statements it's clear, well-defined and ill-defined problem. So what is a well-defined problem? എന്താണ്? ഹാസ് ക്ലിയർ ഗോൾസ്. എന്താണ് അവസാനം ഉണ്ടാകേണ്ടത് എന്ന് ക്ലിയർലി മെൻഷൻഡ് ആണ്. ക്ലിയർലി കസ്റ്റമേഴ്സ് സ്റ്റേറ്റ് അവസാനം അറ്റ് ദ എൻഡ് ഓഫ് യുവർ പ്രൊജക്ട് ഇറ്റ് ഷുഡ് കം അപ്പ് വിത്ത് ദിസ്. അങ്ങനെ ഒരു ഡയറക്ഷൻസ് ആ പ്രോബ്ലത്തിൽ ഉണ്ടായിരിക്കും. കൺസ്ട്രെയിൻസ്, ഇത് ചെയ്യുമ്പോൾ ഇന്ന ചലഞ്ചസ് ഉണ്ടായിരിക്കും. ആൻഡ് പോസിബിൾ സൊല്യൂഷൻസ്, അതിൻ്റെ ഇത്ര പോസിബിലിറ്റീസിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ മാത്ത് ഇക്വേഷൻ. Okay, using the formula minus b plus or minus root of b square minus 4ac the whole divided by 2a, find the solution to the quadratic equation 5x square plus 6x plus 9 equal to 0. Very clearly mention what to do. Steps also. Use the equation. Need to identify ABC. Apply it to the formula. Come up with the result. Okay, അങ്ങനെയുള്ള അപ്രോച്ചിനെയാണ്, അങ്ങനെയുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ എന്താ പറയാ? വെൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. While an ill-defined problem is more ambiguous, okay, with unclear goals or multiple potential solutions. വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഗോൾ അവിടെ ഉണ്ടാവില്ല. There will be choices. Multiple potential solutions. ഒന്നിലധികം സൊല്യൂഷൻസ് അതിൻ്റെ അകത്ത് നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻസ് ആയിട്ട്, അക്സെപ്റ്റബിൾ സൊല്യൂഷൻ ആയിട്ട് more than one solutions ഉണ്ടായിരിക്കും. Okay, the example, deciding on the best marketing strategy for a new product. ഒരു കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാ മാർക്കറ്റിംഗ് ചെയ്യാം, ഓക്കെ, എങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാം, ഓക്കെ, അതിന് ഒന്നിലധികം സൊല്യൂഷൻസ് നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറയാം. സോ വി ഹാവ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ആൻഡ് ill-defined problem. Examples for ill-defined problem. First case, choosing a career path. Choosing a career
After you complete, now itself you have to ask yourself, what should be my career after my end of this course. നമ്മൾ എന്തിലേക്ക് പോകണം എന്ന് ഇപ്പോൾ ഒരു ഡിസിഷൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയാ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഫോർ ഫ്യൂ ഓഫ് യു. സോ ദ ഔട്ട്കം ഈസ് സബ്ജക്റ്റീവ്. ഓക്കെ, സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നത് ഈ ക്ലാസ് റൂമിലേക്കാണ്. എല്ലാവർക്കും ഒരൊറ്റ കരിയർ ഒബ്ജക്റ്റീവ് ആകണം എന്നില്ല. Okay, some will say I want to go to research and development. Okay, some say I want to go to as a program developer, software developer. I want to go to cyber security side. Okay, so different I want to go to some other field. Okay, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഗോൾ ആയിരിക്കും ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയാം. no clear cut solution. There is no single right answer. എല്ലാം ആൻസേഴ്സും അക്സെപ്റ്റബിൾ. ഒരാൾ പറയാണ് എനിക്ക് ഇങ്ങനെയാ വേണ്ടത്, ദാറ്റ്സ് അക്സെപ്റ്റബിൾ. ഓക്കെ, ദെൻ ഇംപ്രൂവിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻസ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിലെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം എന്ന് ഒരു വേറൊരു കമ്പനിക്ക് ഈ കമ്പനി പറയുകയാണ്. യു ഹാവ് ടു ഡു സംതിങ് ടു മേക്ക് അവർ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ടറി ഇൻ ദെയർ ജോബ്. ഓക്കെ, അങ്ങനെ ഒരു ടാർഗറ്റ് അവിടെ കൊടുക്കുകയാണ്. ദാറ്റ്സ് ഓൾസോ ഓരോരുത്തർക്കും ഓരോരോ സാറ്റിസ്ഫാക്ഷൻ ലെവലായിരിക്കും. ഓക്കെ, സോ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ആൾ പറയും എനിക്ക് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഐ വിൽ സ്വിച്ച് ഇമ്മീഡിയറ്റ്ലി. കുറച്ച് ആൾക്കാർ പറയും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഐ ആം മോർ കംഫർട്ടബിൾ ഹിയർ, ഐ ജസ്റ്റ് വാണ്ട് ടു ഡു മൈ ജോബ് ആൻഡ് റിസീവ് ദ പെർക്സ്. അതായിരിക്കും അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയാം. സോ ഓരോരുത്തർക്കും ഓരോ രീതി. സോ പ്രോബ്ലം ഈസ് അൺക്ലിയർ വിത്ത് മൾട്ടിപ്പിൾ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്, വർക്ക് കൾച്ചർ, സാലറി, എൻവയോൺമെന്റ്, അങ്ങനെ പല പല ഫാക്ടേഴ്സും അവിടെ ഉണ്ടാവും. അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സാലറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവിടുത്തെ വർക്ക് എൻവയോൺമെന്റിന് വളരെ ചൂടാകുന്ന അല്ലെങ്കിൽ എപ്പോഴും ഫയർ ചെയ്യുന്ന ഒരു ബോസാണ് ഉള്ളതെങ്കിൽ അവിടുത്തെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. വർക്ക് കൾച്ചർ, ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ അയാളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയായിരിക്കും, ചിലത് ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ജോലിയായിരിക്കും, ചിലത് ഒരു വഴിയില്ലാതെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഡിസൈഡിങ് ദ ബെസ്റ്റ് വേ ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ ക്ലൈമറ്റ് ഒക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഏജൻസീസ് ഉണ്ട്. ഓക്കെ, സോ ക്ലൈമറ്റ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് അതും ഇൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിൽ വരുന്നതാണ്. മൾട്ടിപ്പിൾ ഓരോരോ അർത്ഥത്തിലും അപ്രോച്ച് ചെയ്യുന്ന അതിന്റെ വേരിയബിൾസ് അനുസരിച്ചായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. Okay, so it depends upon the multiple variables, stakeholders. ആ കമ്പനി ക്ലൈമറ്റ് ഡിസൈഡ് ചെയ്തതിനു ശേഷം വേറെ ഏതെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. സോ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയും യു കം അപ്പ് വിത്ത് ദ റിസൾട്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി റെയിൻ ദിസ് നോൺ, അങ്ങനെ പറയും. സോ ദർ വിൽ ബി പ്രഷർ ഫ്രം ദം. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ വേറൊരു കമ്പനി പറയും there is a 90% chance to rain this afternoon. അങ്ങനെയുള്ള അപ്രോച്ചസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ഇൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിൽ വരുന്നതാണ്. Then we have well defined problem. Okay, problem has a clear structure, goal and a defined method or formula to solve it. Already പറഞ്ഞു. Assembling a piece of furniture using a manual, that's an example for well defined problem. Well, suppose you are purchasing a bicycle from Amazon. Okay, so you will be receiving that parts of the cycle in a box along with a user manual. Okay, once immediately after opening the box, നമ്മൾ എന്താ ചെയ്യാ? Definitely we will go through the manual to know how to assemble this or assemble this furniture. We should know, we are not expert in this area. Once we have the user manual, we can do step by step to achieve the goal of assembling the furniture or the bicycle. Okay, so അങ്ങനെയുള്ള അപ്രോച്ച് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ അത് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ അവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമറിനെ വേറെ ഒന്നും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അത് നമ്മുടെ നമ്മുടെ ഗോളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. Okay, so അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറയും. കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ ഷോപ്പിംഗ് കാർട്ട്. Okay, we don't want to think ഈ പ്രോബ്ലം ഇത് എടുത്തു കഴിഞ്ഞാൽ it might be written with the MRP. Okay, so this item will contribute this much amount to the total bill, second item contribute this much, and finally come up with this much payment for doing this shopping.
സോ അങ്ങനെയുള്ള ജോബ് എല്ലാം നമുക്ക് വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിൽ വരുന്നതാണ്. സോ ദീസ് ആർ ദ പോയിന്റ്സ് ഫ്രം ഐഡന്റിഫൈയിങ് ദ problem. First step in the identification or problem solving, identified, and after identification it falls into any of the two, well defined or ill defined. After that we have the second steps in problem doing method. എന്താണ് നമ്മൾ പറഞ്ഞത് ലിസ്റ്റ് ചെയ്തിരുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. we need or problem identify ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റമർ ആ പ്രോബ്ലം റേസ് ചെയ്തിട്ടേ ഉള്ളൂ, ആ ചലഞ്ച് നമ്മുടെ മുന്നിൽ റേസ് ചെയ്തിട്ടേ ഉള്ളൂ. Okay, then second step is understand. We need to understand the problem is what the problem. Understanding the problem is to understand what is involved in the problem. എന്താണ് ആ പ്രോബ്ലത്തിൽ കസ്റ്റമർ റേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. Okay, so we need to understand the problem. If we are not able to understand the problem, we are not able to solve the problem. ഒരു പ്രോബ്ലം പറയുന്ന പ്രോബ്ലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും എന്താവില്ല, നമുക്ക് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ 8th സെമസ്റ്ററിലുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ 5th സെമസ്റ്ററിലുള്ള ഒരു ടോപ്പിക്, അത് ഒരു ഫാക്കൽറ്റി വന്നിട്ട് ഇപ്പോഴേ പറയാണ്, യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഡു ഇറ്റ് എന്ന് പറയാണ്. വാട്ട് വിൽ ബി ദ റെസ്പോൺസ് ഫ്രം യു? You will say, and that topic also very very new to you, ഇത് മുമ്പ് കേട്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരു കാര്യം ഒന്ന് പറയുക. So we will not be able to do that problem at that moment. കാരണം എന്താ, നമ്മൾക്കത് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി ആയിട്ടില്ല. അണ്ടർസ്റ്റുഡ്? സോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ അടുത്ത് വന്നിട്ട് ഒരു പേഷ്യന്റ് പറയാണ്, ഐ ഹാവ് ദിസ് മനി സിംപ്റ്റംസ്, യു സജസ്റ്റ് യു ഗിവ് മി മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീസ് എൻ എഞ്ചിനീയർ, he may not be knowing what is the medicines to propose to him, to suggest it to that patient. So ആ ഫീൽഡിലെ നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. വാട്ട് ഈസ് ദാറ്റ് സ്റ്റെപ്പ്? അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം മീൻസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിയലി ദ പ്രോബ്ലം ഈസ്. എന്താണ് ആ പ്രോബ്ലം എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോബ്ലം, ദ മെത്തേഡ് ഇൻക്ലൂഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ദ നോളജ് ഓഫ് ദ പേഴ്സൺ ഓർ മെഷീൻസ് ടു whom we are solving the problem. ഓക്കെ, സോ ഒരാൾ ഒരു പ്രോബ്ലം എന്ന് പറയാണ്, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അയാൾക്ക് ആ പ്രോബ്ലം വെറുതെ അങ്ങ് പറയുന്നതായിരിക്കാൻ പാടില്ല. ആ പ്രോബ്ലം എന്താണെന്ന് അയാൾക്ക് ഒരു ധാരണ ഉണ്ടായി, എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലത്തിലേക്കുള്ള സൊല്യൂഷൻസ് അയാൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റൂ. Okay, for example, in a city, a new individual is coming to a city, and he is asking, where is the say particular a restaurant? Where is the restaurant? Restaurant is very famous, but he is not knowing to that restaurant where it is in that city. So he is asking to someone in that city, and where എവിടെയാണ് ആ റെസ്റ്റോറന്റ് ഉള്ളത് എന്ന് അയാളോട് ചോദിക്കാം. അപ്പൊ ആ റെസ്റ്റോറന്റ് പറഞ്ഞു കൊടുക്കുന്ന ആള്, he is the solver, അയാൾ അത് സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യണം. അയാൾക്ക് അറിഞ്ഞിരിക്കണം, അയാൾക്ക് ഈ ചോദിക്കുന്ന ആളെ പറ്റി അറിയണം ആദ്യം. ഓക്കെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്, നിങ്ങൾക്ക് ഈ സിറ്റിയെ കുറിച്ച് ഇതിനു മുമ്പ് എന്താണ് ധാരണ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. അല്ലാതെ തൃശ്ശൂർ എന്താണ് എന്നറിയാത്ത ഒരാളോട് പറയുകയാണ്, വേർ ഈസ് ദിസ്, നമ്മളുടെ അമ്പലം എവിടെയെന്ന് ചോദിക്കാം. അപ്പൊ പെട്ടെന്ന് പറയാം, ഇറ്റ് ഈസ് നിയർ ടു ദാറ്റ് റൗണ്ട് അബൌട്ട്, നമ്മളുടെ തൃശ്ശൂർ റൗണ്ടിലാണ്. തൃശ്ശൂർ റൗണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ഒരാളോട് ആ റൗണ്ടിന്റെ അടുത്താണ് എന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹി വിൽ അഗെയിൻ കൺഫ്യൂസ്ഡ്. അയാൾക്ക് അതിന്റെ അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അങ്ങനെയുള്ള അപ്പൊ ചോദിക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന മെഷീന്റെ കേപ്പബിലിറ്റി, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തൊക്കെയാണ് ആ മെഷീന്റെ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ പ്രോബ്ലം പ്രപ്പോസ് ചെയ്ത ആൾക്ക് അതിനെപ്പറ്റി എന്താണ് അറിയുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്തത്, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ചാർട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? സോ ഒരു ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തു തുടങ്ങുമ്പോൾ ആ ലാംഗ്വേജിലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ബിൽട്ടിൻ ആയിട്ട് അതിന്റെ ഹെഡർ ഫയൽസിൽ അല്ലെങ്കിൽ അതിന്റെ ലൈബ്രറീസിൽ എന്തെല്ലാം ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് അവിടെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? ഫോർ എക്സാമ്പിൾ, we need to develop a software to scan the barcode to a shop.
ഒരു ഷോപ്പിൻ്റെ കസ്റ്റമേഴ്സിൽ പർച്ചേസ് ചെയ്യുന്നത് ബിൽ കാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാർകോഡ് റീഡിംഗ് ആൻഡ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. So you decided to do that software in C language. C ആണ് നിങ്ങൾക്ക് അറിയുള്ളൂ. Okay, so C language ചെയ്യുന്ന ഒരാൾ he need to do every steps involved in the scanning and then billing and everything from the root. കാരണം സ്കാനർ ഡിവൈസിനെ അറ്റാച്ച് ചെയ്യാനുള്ള സെക്ഷൻ ചെയ്യണം, സ്കാനറിൽ നിന്ന് വരുന്ന ലൈറ്റ് ആൻഡ് റിഫ്ലക്ഷൻ സിഗ്നൽസിനെ റിസീവ് ചെയ്ത് ആ ബാറിന്റെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ആ ബാർ കോഡ് റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാം കോഡ് എഴുതണം. ഓക്കെ, ആഫ്റ്റർ റീഡിങ് you need to compare with the list of items in the memory in the list. ഏത് ഐറ്റം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. You need to get the price, everything we need to do. So database management, everything that will be somehow difficult compared to the higher end programming tools available nowadays. Okay, so if he decide to do the problem, so ആ സിയിലാണ് ആ പ്രോഗ്രാമർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാമർ അറിഞ്ഞിരിക്കണം ഈ സി ഉപയോഗിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പെട്ടെന്ന് ഞാൻ സി ഉപയോഗിച്ച് ചെയ്യാമെന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, efficient method ൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. Then you have to switch into the latest advanced languages, okay, like Visual Studio, wherein it is built-in libraries are available for scanning. Okay, we need to call that function to scan. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഡിസ്റ്റൻസ് അനുസരിച്ച് ബാറിന്റെ ഡിസ്റ്റൻസും അതിന്റെ സൈസും അറിഞ്ഞിട്ടാണ് ആ ബാർ കോഡിന്റെ ഇൻഫർമേഷൻ ഇരിക്കുന്നത്. ഓക്കെ, ആ ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ഓരോ ബാറിന്റെ വിഡ്ത്തും അതൊക്കെയാണ് അതിനകത്തുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്, അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ വിഷ്വൽ സ്റ്റുഡിയോ C# and all, he just need to import the library and call the function. He will get the result. You don't want to write the code to read the barcodes. Okay, you don't want to implement the algorithm for reading the barcode. Algorithm implement ചെയ്ത libraries are available. So he have to switch it to the. So പറഞ്ഞു വരുന്നത്, for solving the problem he should know what the problem raising communities knows about the problem. അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. So that is what is understand the problem. So before giving a particular solution to a problem to a human, we must know what he knows. Okay, so yeah, that is what is called understand the problem. So when we are proposing a solution to a problem, to a computer, we must know the limited set of instructions. Already പറഞ്ഞു, the computer can understand in that particular language or application. The background knowledge of a person or a machine to whom we are proposing the solution to that problem is known as knowledge base. So what is knowledge base? എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തത്, നോളജ് ബേസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രോബ്ലത്തിനെയാണോ ഐഡന്റിഫൈ ചെയ്തത്, ആ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ മെഷീൻ ആ പ്രോബ്ലത്തെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോളജ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ് എ newcomers to the city of Thrissur, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. where the railway station is, where the bus stands, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ബട്ട് go to detail. So അങ്ങനെ അറിയുന്നത്, it is near to the railway station, you walk some 100 meters in that direction. അങ്ങനെ പറയുമ്പോൾ അവിടെ ആൻസർ വളരെ സ്പെസിഫിക് ആയി, വളരെ ക്ലിയർ ആയി, അല്ലേ? സോ അതുപോലെ അതിനെക്കുറിച്ച് ആ പ്രോബ്ലത്തിന്റെ റിയൽ സൊല്യൂഷൻ ഗ്രാസ്പ് ചെയ്യുന്നതിന് മുൻപ് അത് ഗ്രാസ്പ് ചെയ്യാൻ അയാളെ കേപ്പബിൾ ആക്കുന്ന മിനിമം അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ആ മെഷീനിന് പറ്റുന്ന ആ സി ലാംഗ്വേജിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിന്റെ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ്, അതിന്റെ ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോളജ് ബേസ്. മനസ്സിലായോ? Instructing a person about how to find a restaurant in the city, example പറഞ്ഞു കഴിഞ്ഞു. So understanding the knowledge base of someone who is solving the problem is also important in successfully delivering the solution to the problem. നമ്മൾ പറഞ്ഞു, നമുക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ. So when we are proposing a solution to a problem to a computer, we must know the limited set of instructions. പറഞ്ഞു, solve problem in the calculus. ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് കാൽക്കുലസ് അറിഞ്ഞിരിക്കണം.
To develop a solutions with a particular language, we must be familiar with that language. A problem solve ചെയ്യാൻ പോകുമ്പോൾ ആ ലാംഗ്വേജ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ that will not give you the you cannot do that problem in the constrained or time constraints. പറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റും. Okay. Then third step in problem solving, identify alternative ways to solve the problem. And then the approach to solve the problem must be listed before you work with the problem. ഒരു പ്രോബ്ലം നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിനെ നമുക്ക് എന്തെല്ലാം വഴിയിൽ സോൾവ് ചെയ്യാൻ പറ്റും അതിനെല്ലാം നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. എല്ലാ മെത്തേഡും നമ്മൾ അഡ്രസ് ചെയ്യും, എല്ലാ മെത്തേഡും നമ്മൾ കളക്ട് ചെയ്യും. Okay, then we must talk to others about to find other solution than we identified. Okay, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു മെത്തേഡ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താവാൻ പാടില്ല, so yeah, so you cannot stop at the solutions where we are already identified. നമ്മൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്ത സൊല്യൂഷൻസ് അവിടെ അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിർത്താൻ പാടില്ല. we need to explore. Okay, എന്തെല്ലാം രീതിയിൽ ആ പ്രോബ്ലത്തിന് നമുക്ക് പഠിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മൾ ആ പ്രോബ്ലത്തിനെ പഠിക്കണം. Okay, you can ask to others. You can ask to others nowadays means we can use internet to explore the different approaches, different solutions. എന്തെല്ലാം മെത്തേഡിലാണ് ചെയ്യാൻ പറ്റുമോ ആ എല്ലാ മെത്തേഡിലും നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിനുശേഷമാണ് ആ പ്രോബ്ലത്തിനെ നമ്മൾ പഠിക്കാൻ. That is what is called identify alternative ways to solve the problem. Okay, then നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് select the best way to solve the problem from the list of alternative solutions. നമ്മൾ ഡിഫറെന്റ് അപ്രോച്ചസ് എല്ലാം നമ്മൾ ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആ പഠിച്ചതിന് ശേഷം അതിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന മെത്തേഡ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യണം. മനസ്സിലായോ? So that is what is called select the best way to do the problem. At this stage, it's important to identify and address the advantages and disadvantages of each potential solution before choosing the most suitable one. Okay, step number A or method A. Okay, these many are the limitations. These are the advantages. Step number 2. These are the advantages and limitations. Step number 3 or method number 3. These are the advantages and the limitations. Okay, so to facilitate these evaluations, we need to establish a set of criteria. So ഈ എല്ലാ മെത്തേഡിനെയും നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിച്ചിട്ട് അതിനൊരു പ്രോബ്ലത്തിന് ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. ഓക്കെ, എനിക്ക് നമ്മൾക്ക് ചെന്നെത്തേണ്ട സൊല്യൂഷൻ ഇതാണ്, ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ ക്രൈറ്റീരിയ 70% അച്ചീവ് ചെയ്യുള്ളൂ. Okay, so there will be a criterion functions for every problem evaluate ചെയ്യാനായിട്ട് ഒരു criteria function ഉണ്ടായിരിക്കും. Okay, so these criteria will act as the guiding principle for assessing each solution's effectiveness. Okay, so our criteria function അനുസരിച്ച് criteria functions will return a score of 99% with this approach. Okay, so that criteria function involves അതിന്റെ അകത്ത് ഉണ്ടാവുന്ന കോസ്റ്റ്, അതിന്റെ ഒരു ഫംഗ്ഷൻ, കോസ്റ്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ക്രൈറ്റീരിയ ഫംഗ്ഷൻ. ചുമ്മാ അങ്ങ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇത്ര മാത്രം ക്രോസ് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കും. സോ ഓൾവേസ് എവറി കമ്പനീസ് അവരുടെ എയിം എന്ന് പറയുന്നത് റെഡ്യൂസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ, കോസ്റ്റ് കുറച്ച് എങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും എന്നായിരിക്കും ഏതൊരാളും ചിന്തിക്കുന്നത്. Okay, so that cost function for decide or criteria function deciding the best method, that definitely includes a cost. Okay, then manpower, കുറേ ആൾക്കാർ വേണ്ട കേസ് അങ്ങനെയുള്ളത് കുറയ്ക്കാൻ പറ്റിയാൽ it's good. Okay, then available ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതൊരു ക്രൈറ്റീരിയ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഒരു ക്രൈറ്റീരിയ ഫംഗ്ഷൻസ് മൈൻഡിലുണ്ടാവും. ആ ക്രൈറ്റീരിയ ഫംഗ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ മെത്തേഡിനെയും അപ്രോച്ച് ചെയ്യും. ഈ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്രൈറ്റീരിയ ഫംഗ്ഷൻസ് വിൽ റിട്ടേൺ എ ഗുഡ് സ്കോർ, ഏറ്റവും നല്ല സ്കോറാണ് 99%. Okay, so we will adopt that methodology to solve the problem. Okay, അതിനെയാണ് നമ്മൾ select the best way.
Then അഞ്ചാമത്തത് list instructions that enable us to solve the problem using selected solutions. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു മെത്തേഡ് നമ്മൾ ബെസ്റ്റ് അതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ ജോബ് ആ മെത്തേഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ആ അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിനെ ലിസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെ ഷെഡ്യൂൾ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മെഷീൻ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്, ഇന്ന ജോബുകൾ ഇന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലിസ്റ്റിംഗ്, ഒരു ഷെഡ്യൂളിംഗ് നമ്മൾ ചെയ്യണം. Then in this stage we need to ensure all steps in the solutions are clear and fall within the understanding of the individual or machines. അപ്പോൾ നമ്മൾ ലിസ്റ്റ് കുറെ ജോബ് നമ്മൾ അങ്ങ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. ഓക്കെ, ആകെ 10 ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ 10 ടാസ്ക് ആണ് നമ്മൾ ടാസ്ക് 1 ടാസ്ക് 2 എഴുതിയിരിക്കുന്നത്. 5 വരെ അങ്ങ് ചെയ്തു, 6ാമത്തെ ചെയ്യാൻ അറിഞ്ഞൂടാ, 7ാമത്തെ അറിയാം. Okay, so without completing that 6th we cannot proceed into 7th. Okay, so പറ്റാത്ത ഒരു കാര്യം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ സൊല്യൂഷൻസ് പറ്റുമോ എന്ന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. ഇല്ലാത്ത കേസ് ആണെങ്കിൽ we need to switch. Then break down the solutions into clear sequential steps. Each instruction should be specific and easily understood, avoiding any assumptions about prior knowledge that falls outside the established base. So ചില പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നേരത്ത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് അസംഷൻസ്, കുറെ അസ്യൂം ചെയ്ത വാല്യൂസും പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ പ്രോബ്ലം ചെയ്ത് വരുന്ന ഓരോ സ്റ്റേജിലും അസ്യൂം ചെയ്ത പാരാമീറ്റേഴ്സിനെ മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സും വാല്യൂസും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. Then ലാസ്റ്റത്തെ കേസ് ആണ്, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡൂയിങ് ദ പ്രോബ്ലം. എന്താണ്? ഇവാലുവേറ്റ് ദ സൊല്യൂഷൻ. നമ്മൾ കണ്ടുപിടിച്ച ബെസ്റ്റ് മെത്തേഡ് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രോബ്ലംസ് ചാർട്ട് ചെയ്ത് വന്ന സൊല്യൂഷൻ, ഓക്കെ, അത് ആ സൊല്യൂഷൻ ആണോ നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. So we need to have an evaluation function. We need to have an evaluation function. There is a criteria function and an evaluation functions for a problem. Evaluation function will evaluate the work what we have done so far on that work and come up with the real solution. ഈ നമ്മൾ ചെയ്തു വെച്ച കാര്യം നമ്മൾ ഉദ്ദേശിച്ചതിന്റെ 99% തരുന്നുണ്ട് എന്നുള്ള ഒരു ഇവാലുവേഷൻ നമ്മൾ ചെയ്യണം. പ്രോബ്ലം എല്ലാം ചെയ്തു വെച്ചു, ഓക്കെ, ഒക്കെ തെറ്റാണ്. ലാസ്റ്റ് ഇവാലുവേഷൻ, നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഞാൻ എല്ലാം എഴുതിയിട്ടാണ് പോകുന്നത്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നത് പോലെയായി പോകും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയും. സോ വി നീഡ് ടു ഇവാലുവേറ്റ് അവർ വർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ work. We need to check whether it is functioning as we planned. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണോ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് എനിക്ക് ചെവിക്ക് എഴുന്നേറ്റേക്ക്. ഇപ്പോഴോ? എത്ര മണിക്ക്? അതെവിടെയാണ് നടക്കുന്നത്? അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന പോലെ ഇപ്പോൾ. ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടണ്ടേ? Wait. So here we need to ensure the solution delivers the correct and expected results by testing it thoroughly. This helps to confirm whether the problem has been effectively resolved. നമ്മള് പറഞ്ഞു കഴിഞ്ഞു. So if the solution is found to be incorrect or unsatisfactory, review the instructions and jobs and steps to identify any errors or oversights. If needed, restart the problem solving process to find the better approach.